അങ്ങനെ സർജറി കഴിഞ്ഞ് നേരെ കൊണ്ടുപോയത് ICUയിലേക്കാണ് കേട്ടോ. ICUയിൽ ഒരു ദിവസം കിടന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ ICUയിൽ കിടക്കുന്ന വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പം ICUയിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ ഒരു 10 മണിയായപ്പോൾ കേട്ടോ. പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അമ്മ അച്ഛനും ഹോസ്പിറ്റലുണ്ടായിരുന്നു. അളിയനും പെങ്ങൾ അമ്മയും വാവയും ലിജിയൊക്കെ ഇന്നലെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ICUയിൽ നിന്ന് ഇറങ്ങിയതിൽ, കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. ICUയിൽ നമ്മളൊരു എവിടെ കൂട്ടിലടക്കപ്പെട്ട കണക്കൊരു അവസ്ഥയിലാണ് കേട്ടോ. നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. ബെഡിൽ തന്നെ ഒരു ദിവസത്തിൽ മൊത്തം ബെഡിൽ തന്നെ ഇരിക്കുകയെന്ന് വെച്ചാൽ, കിടക്കുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് എന്താണെന്ന് പലരും കമൻറ്റിലൊക്കെ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം 2016 തുടങ്ങിയാണ് കേട്ടോ. തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു കല്ലായിട്ട് തുടങ്ങിയതാണ്. അന്ന് മെഡിസിനൊക്കെ കഴിച്ചു, കുറഞ്ഞായിരുന്നു. പിന്നെ ശ്രദ്ധിക്കാൻ പോയില്ല. പിന്നീട് ലിജി ഹോസ്പിറ്റലാവുന്ന സമയത്ത് 2021 ആ ഒരു സമയത്ത് എനിക്ക് വീണ്ടും സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അടുത്തൊരു ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ മരുന്നൊക്കെ നിർത്തി. പിന്നെ ആ ഒരു സമയത്ത് വെള്ളം കുടിയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് അങ്ങനെ അത് തുടർന്ന് പോയി കേട്ടോ. പിന്നെ ഈ അടുത്താണ് കേട്ടോ വേദന വന്ന്, കഠിനമായ വേദന വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത്. അങ്ങനെയാണ് അറിഞ്ഞത് അതിൻ്റെ സൈസ് കൂടി വലുതായിട്ടുണ്ട്. പിന്നെ കിഡ്നിക്കുള്ളിലാണ് കല്ല്. അപ്പം സർജറി ചെയ്തതാണ് നല്ലതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇത്ര പെട്ടെന്ന് തന്നെ ഇനി സർജറി ചെയ്യാമെന്ന് കരുതി. കാരണം ഒരു മോശം അവസ്ഥയിൽ പോയതിനു ശേഷം ഹോസ്പിറ്റലിൽ പോകുന്നതിനൊക്കെ നല്ലത് തുടക്കത്തിൽ തന്നെ എടുത്ത് മാറ്റിയാൽ, ഇപ്പം നമ്മൾ ഹെൽത്ത് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതി കേട്ടോ. അങ്ങനെ എന്നെ ഹോസ്പിറ്റൽ റൂമിലാക്കിയിട്ട് ആ നേഴ്സ് പോയിട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് ഡിസ്ചാർജ് തന്നു കേട്ടോ. അപ്പം ഞാൻ ലെപ്രോസ്കോപ്പി വഴി അങ്ങനെ പ്രൊസീജിയർ വഴിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് കിട്ടുന്ന ഒരു ടൈപ്പ് പ്രൊസീജിയറാണ് കേട്ടോ. പക്ഷേ പെയിനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, വേദനയൊക്കെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താൽ മാത്രമേ ഇൻറ്റേർണലുള്ള മുറിവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഫസ്റ്റ് സിറ്റിങ്ങിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സർജറിയും കാര്യങ്ങളുണ്ട്. എനിക്കിപ്പം എൻ്റെ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്കുള്ള ട്യൂബിന് വലിപ്പക്കുറവായതുകൊണ്ട് കല്ല് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു സ്റ്റെൻറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സ്റ്റെൻറ്റ് ഇനി ഊരാനായിട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം വരണം. ആ സമയത്ത് ബാക്കി സ്റ്റോണുകളോട് എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഒരു ചെറിയ പനി വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ ലിജി ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തെന്ന് കഴിഞ്ഞൊരു 24 മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി. ലിജി ഏകദേശം ഒരു 9 മാസത്തിനടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ. അതും ICUയിലൊക്കെ ആയിരുന്നു. ICUയിൽ അത്രയും കാലം എങ്ങനെ സഹിച്ചു എന്നുള്ളത് ശരിക്കും ഞാൻ ഇന്നലെയൊക്കെ ഓർത്തു പോയിട്ടോ. സർജറിക്ക് കയറ്റി 10 മണിക്ക് കയറ്റി ഞാൻ ആദ്യം ഒരു ഇഞ്ചക്ഷൻ തന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഓർമ്മ ഒരു 2-2:30 ആകുമ്പം അച്ഛനെ കാണുന്നതാണ് ഒരു ഓർമ്മ. ഫുൾ ബ്ലാങ്കായി പോയി. അനസ്തേഷ്യ വന്നിട്ട് കേട്ടോ. അതിനുശേഷം ICUയിലായിരുന്നു. ICUയിൽ ഒരു ദിവസമാണ് കേട്ടോ തങ്ങിയേ. ഒരു ദിവസം തങ്ങാനെടുത്തത് 1 വർഷം പോലെ എനിക്ക് തോന്നി കേട്ടോ. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ICUയിൽ. വെറുതെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അവിടെ എന്തൊക്കെ നടക്കുന്ന നേഴ്സുമാർ സിസ്റ്റർമാരൊക്കെ അവരെ ജോലിയൊക്കെ ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കണം. പെട്ടെന്ന് പുറത്ത് വരാനായിട്ട് ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാരോട് ചോദിക്കും, എന്നെ പുറത്തേക്ക് വാർഡിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കും കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സർജറി ചെയ്തതിൻ്റെ വേദന കേട്ടോ. അത് കഠിനമായ വേദനയാണ് സർജറി ചെയ്തതിൻ്റെ വേദന. അതൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു ദിവസം പറയാം കേട്ടോ. ഇപ്പോൾ ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചാൽ കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കാം, ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണം എന്ന വെള്ളം എന്തെങ്കിലും കുടിക്കാൻ, ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ കരുതി. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രോട്ടീനായിട്ടുള്ള എന്തെങ്കിലും ശകലം കഴിക്കാം. ഇപ്പോൾ ചെയ്തത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലേ ഇങ്ങനെ പാടാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ചെയ്ത് ലിജി അവരൊന്നും വന്നില്ല. വീട്ടിലോട്ട് പോകണം, കിടക്കണം. 2 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കണം. ഇന്ത്യയിലുള്ള ബ്ലീഡിങ് മുറിവുകളല്ലേ. അപ്പം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറയാനുള്ള. നാളെയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെയൊക്കെ ഫീഡിങ് ട്യൂബൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ തൊണ്ടയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ
രശ്മിയും രാമും കണ്ണപ്പനും കൂടെ വന്നേട്ടോ. രാം ഇപ്പം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ അവന് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനവിടെ അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണപ്പൻ എറണാകുളത്താട്ടോ. പിന്നെ അവൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് വന്നിട്ട് അവരെല്ലാം കൂടെ കാണാൻ വന്നപ്പോൾ എനിക്ക് അത് നട്ട്സും വാങ്ങി തന്നിട്ട് പോയിട്ടോ. ഞാൻ കരുതി ഇപ്പം നട്ട്സ് കഴിക്കാൻ കരുതി. തൽക്കാലം വിശപ്പ് മാറും. അപ്പോൾ അധികം കഴിക്കേണ്ടിയും വരത്തില്ല. ഇവിടെ നല്ല മഴയൊക്കെ വരാൻ പോകണം. എനിക്ക് എങ്ങനെയാലും വീട്ടിൽ പോയി കിടന്നാൽ മതി. അതേ കണക്ക് വേദനയും ബുദ്ധിമുട്ടോ. ഞാൻ പിന്നെ അങ്ങ് സഹിച്ചങ്ങ് ഇരിക്കുമോ. വെള്ളം കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് അനങ്ങാൻ കൂടി വയ്യാത്തൊരവസ്ഥയാണ്. വിശദമായിട്ട് പിന്നെ പറയുക അവസ്ഥ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ എത്തിയായിരുന്നു കേട്ടോ. വന്ന ഉടനെ ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെ. അത്രയും ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഞാനിവിടെ മൊത്തം വെള്ളം കയറി കേട്ടോ. വെള്ളം കയറിയിട്ട് തുടച്ച് അമ്മയും ബാവയും അമ്മച്ചിയും കൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കാം. ലിജി വന്നപ്പോൾ തൊട്ട് എൻ്റെ കീഴിൽ നിന്ന് മാറാതിരിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ വന്ന കേട്ടോ. ഞാനിവിടെ പല്ല് കഴിച്ചിട്ട് വന്നേ. ഫുഡൊക്കെ നേരത്തെ കഴിച്ച് ബ്രഷ് ചെയ്യാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. അതെ, ഞങ്ങൾ ഇപ്പുറത്തെ മുറിയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പുറത്ത് ലിജിയും വാവയും അമ്മയും കൂടെ കിടക്കും കേട്ടോ. എനിക്കിപ്പോൾ 2-3 ദിവസമൊക്കെ എനിക്ക് യൂറിൻ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. പാനൊക്കെ വെച്ചിട്ട് വേണം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയാണ്. ലെപ്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് ദിവസത്തേക്ക് മുറിവുണ്ടാകും കേട്ടോ. കിഡ്നിയിൽ നിന്ന് താഴെ വരെ മുറിവുണ്ടാകും. ആ മുറിവ് കരിയുന്ന വരെ നല്ല റെസ്റ്റ് വേണം കേട്ടോ. കിഡ്നിയിലായതുകൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത് വരെയുള്ള വീഡിയോയ്ക്ക് ശേഷം പിന്നെ പുറത്തുനിന്ന് ഇവരൊക്കെ എടുത്ത വീഡിയോ ഒക്കെ കാണണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള. അപ്പം ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞിട്ട് വളരെ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ICUയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു കേട്ടോ. ലിജി ഇത്രയും കാലം ICUയിൽ എങ്ങനെ അത് കിടന്നു എന്നുള്ള ഓർക്കാൻ വേണ്ട. ഒരു ദിവസം ICUയിൽ പിടിച്ചിരിക്കാൻ ഒരു വല്ലാത്തൊരവസ്ഥ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. ആ സമയത്ത് ലിജിയുടെ ഒരു അനുഭവങ്ങളും പറയാട്ടോ. അപ്പം ഒരുപാട് പേര് വിളിച്ച് തിരക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എണീറ്റിരിക്കാൻ പറ്റാത്ത രീതിയിലൊരു നടുവേദന ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ കിഡ്നിയിൽ ഇഞ്ചറി ഉണ്ട് ഉള്ളിൽ. എൻ്റെ കിഡ്നിക്കകത്ത് ഒരു ട്യൂബ് വഴി ഇട്ട് ഒരു ക്യാമറയൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. അതൊരു ലേസറാണ്. അതവിടെ പോയിട്ട് കല്ലിനെ ലേസർ വെച്ച് പൊടിച്ചിട്ട് അതിനെ വലിച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അതിന് ട്യൂബിൻ്റെ വീതി കുറവ് കാരണം അവിടെ സ്റ്റെൻറ്റ് ഇട്ട് വെച്ചിരിക്കും. ഇപ്പം അടുത്ത സിറ്റിങ്ങിൽ നമുക്ക് അത് മൊത്തത്തിലെടുക്കണം. ആ സ്റ്റെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ഐറ്റംസ് കൂടെ എടുക്കാമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ വേറൊരു വ്യൂവിൽ കാണുന്നത്. പിന്നെന്താ പറഞ്ഞോടെ അപ്പം എൻ്റെ ഇന്നത്തെ സർജറിയുടെ എന്ന് വെച്ചാൽ മുഴുവൻ സർജറി കഴിഞ്ഞിട്ടില്ല. അത് നേരത്തെ പറഞ്ഞാലും തോന്നുന്നു. എന്നാലും ഒന്നുകൂടി പറയാം. പഴുതർത്തി കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ഇന്ന് സർജറി കഴിഞ്ഞിട്ട് ഇന്നലെ സർജറി കഴിഞ്ഞിട്ട് 10 മണിക്ക് ഏകദേശം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സർജറി കയറിയിട്ട് 2 മണി അടുത്താണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ പിന്നെ പറയാം കേട്ടോ. അതൊരു കഥയായിട്ട് തന്നെ പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡോക്ടർ ഇത് രാവിലെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. 3.5 മണിക്കൂറോളം ഞങ്ങൾ പ്രൊസീജിയർ ചെയ്തു. പക്ഷേ അതിൽ മുഴുവനായിട്ട് പൊടിച്ച് തടുക്കാൻ പറ്റിയില്ല. കാരണം തരികളൊക്കെ അതിനകത്ത് തന്നെ കിടക്കുക. അപ്പോൾ തരികൾ കിടക്കുന്നത് കുറച്ച് പ്രശ്നമാണ്. അത് വരുത്തില്ല അതിനകത്ത് നിന്ന്. അപ്പോൾ അവർ സ്റ്റെൻറ്റ് ഇട്ട് വെച്ചിരിക്കുക. ആ ട്യൂബിൻ്റെ അത് സ്റ്റെൻറ്റ് ഇട്ട് വെച്ചാൽ വീതി കൂട്ടാൻ. ട്യൂബിന് വീതി കുറവാണെങ്കിൽ നമ്മുടെ യൂറേറ്റർ എന്ന് പറയും. കിഡ്നിയിൽ നിന്ന് താഴോട്ട് വരുന്ന ട്യൂബ് യൂറേറ്റർ എന്നാണോ അങ്ങനത്തെ പറയുന്നത്. ആ ട്യൂബിന് വീതി കുറവ്. അപ്പോൾ സ്റ്റെൻറ്റ് അതിനകത്ത് ഇട്ടിട്ടൊന്ന് വികസിപ്പിച്ച് വെക്കും. അപ്പോൾ യൂറിൻ പോകുമ്പോൾ ആ കല്ലിൽ കൂടെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കല്ലെല്ലാം വന്ന് അവിടെ അടിയാനും സാധ്യതയുണ്ട്. അപ്പം നെക്സ്റ്റ് സിറ്റിങ്ങിൽ ഈ സ്റ്റെൻറ്റ് ഇളക്കി മാറ്റുന്ന സമയത്ത് എത്ര അവിടെ കല്ലുകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലെടുക്കാം എന്ന് പറഞ്ഞ് പേയ്മെൻറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ലിജീനെ ഓൾറെഡി ഡോക്ടറിനെ അറിയാം. പിന്നെ അവിടെയുള്ള ഒരുപാട് സ്റ്റാഫുകൾക്ക് നമ്മളെ അറിയാം.
നമ്മളിങ്ങനൊരു സാഹചര്യത്തിൽ കടന്നു പോകുന്നതായതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ പോകുന്നത് കൊണ്ട് ഡോക്ടർ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് സെറ്റിങ്ങിലും ഡോക്ടർ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പൈസയൊക്കെ ആയതുകൊണ്ട് ഞാൻ ലിജിയോടും അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരുപാട് പൈസയൊക്കെ ആവും, പോകണ്ട, ചെയ്യേണ്ട. പക്ഷേ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു കേട്ടോ, ഇത് ഭയങ്കര പെയിനുള്ള ഒരു സർജറിയാണ്. ഈ ഒരു ലെപ്രോസ്കോപ്പി എന്ന് പറയുന്ന സർജറി, ഈ സർജറിക്ക് ശേഷം നമുക്ക് ഒരുപാട് വേദനയാണ്. ആർക്കെങ്കിലും എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഈ സ്റ്റോൺ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് വേദനയാണ്, നടുവേദന 2-3 ദിവസത്തേക്കുള്ളൂ കേട്ടോ. ഇത് മറ്റ് കീഹോൾ ഓപ്പൺ സർജറിയൊക്കെ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഇത് ചെയ്തൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരാഴ്ച പോലും വേണ്ട, 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഇന്ന് തന്നെ വിട്ടതെന്ന് വെച്ചാൽ ഈ ഒരു സർജറി വേണ്ട. അവിടെ ഒരു വഹാബ് എന്ന് പറഞ്ഞൊരു വാപ്പ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് ഓപ്പൺ സർജറി ഇവിടെ നിന്ന് കീറിയിട്ട് കല്ലെടുത്തിട്ട് 13 കല്ലെന്തോ പുള്ളിക്കാരൻ്റെ എടുത്ത്. പക്ഷേ പുള്ളിയുടെ കീറി എടുത്തുകൊണ്ട് മൊത്തം കല്ലും എടുത്ത് ഒറ്റ സിറ്റിങ്ങിൽ നടന്നു കേട്ടോ. അത് എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഇന്നിപ്പോൾ മഴ പെയ്ത് വെള്ളം കയറി. ഞാനൊരു ഓപ്പൺ സർജറി ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കാനല്ലെങ്കിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു ബെറ്റർ സർജറിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യാത്ര ചെയ്യാൻ ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്തൊക്കെ പോയ സമയത്തും എനിക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക. എന്നുവെച്ചാൽ എനിക്കങ്ങനെ യൂറിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടേ, ഇതിന് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നവർക്കറിയാം. പൊതുവെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു റിസ്ക് എടുത്തങ്ങ് പോയത്. എന്തായാലും ഇപ്പോൾ കുറച്ച് വേദന 2 ദിവസത്തേക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണം. നാളെ ഇത് എനിക്ക് രസകരമായ ഞാൻ സർജറി കയറിയതിന് ശേഷം തൊട്ടുള്ള ICUവിൽ ഞാൻ നേരിട്ട ഒരു സിറ്റുവേഷനും ലിജിയുടെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നാളെ ഒരു വീഡിയോ അല്ല ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലിജിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി ടയേർഡാണെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ 2 ഗ്ലാസ് കഞ്ഞി കുടിച്ചേട്ടോ. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചതാണ്. അന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇന്നാണ് കഞ്ഞി കുടിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നപ്പോഴൊക്കെ കഞ്ഞി അന്ന് ഞാൻ കുടിച്ചില്ല. ഞാൻ ശകലം വെള്ളം കുടിച്ചുള്ളൂ കഞ്ഞിയുടെ. പിന്നെ ബിസ്ക്കറ്റൊക്കെ തന്നത് കഴിച്ചില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അല്ലേ, എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ എൻ്റെ ക്ഷീണമൊന്ന് മാറിയിട്ട് എണീറ്റിരിക്കാൻ പറ്റുന്നൊരവസ്ഥ. എനിക്കിപ്പോൾ എണീറ്റിരിക്കാൻ പറ്റില്ല. എണീറ്റിരിക്കുമ്പോൾ നടുവേദനയാണ്, വേറൊന്നും കൊണ്ടല്ല, കിഡ്നിയിൽ ഉള്ളിൽ ഇഞ്ചുറി ഉണ്ടായിട്ടാണ് ആ നടുവേദന വരുന്നത്. കട്ടിലിൽ കിടക്കണമെന്നൊക്കെ നേഴ്സുമാരൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. കിടക്കണം, ഒരുപാട് നേരം ഇരിക്കരുത്, കുറച്ച് ദിവസത്തേക്ക് കേട്ടോ. ഇൻഫെക്ഷനൊക്കെ ഒന്ന് മാറണം, ഇൻഫെക്ഷൻ ഉണ്ടാവരുത്, കിഡ്നിയിലെ ഇഞ്ചുറിയൊക്കെ മാറി റെഡിയാവുന്നത് വരെ ഒന്ന് റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കുക. ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ. ഇതൊരു വീഡിയോ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് ഇത് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. രാവിലെ ICUവിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഇട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ ഭയങ്കര സന്തോഷവാനായിട്ട്, കാരണം അതിൻ്റെയൊക്കെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളത്. ഭയങ്കര സന്തോഷവാനായിട്ട് ഇറങ്ങി വന്നതിൻ്റെ കാര്യമില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവരും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. എപ്പോഴും നന്ദി. ബൈ.